വേഗത്തിലൊരു വേദഭാഗം വായിച്ച് നമുക്ക് ആരംഭിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: ഞാനിതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എന്റെ നാമം അവനിൽ ഉണ്ട്. ഇവിടെ കർത്താവ് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു ശ്രദ്ധേയമായ ഭാഗമാണ്. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് ദൈവം തന്റെ ജനത്തോട് പറയുന്ന, അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ്, ഒരു ഇൻഫർമേഷനാണ്. ഞാനൊരു ദൂതനെ നിങ്ങളുടെ മുമ്പിൽ അയക്കുകയാണ്. ഈ ദൂതനൊന്നും നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ടെങ്കിലും മോശ ദൈവസന്നിധിയിൽ, ഈ സംഭവ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. മോശ ദൈവസന്നിധിയിൽ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുന്നതിന് തൊട്ട് മുൻപ് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുത്, ഞങ്ങളെ അയക്കരുത്. ഇത് പറഞ്ഞ സമയത്ത് ദൈവം മോശയോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുൻപായിട്ട് പുറപ്പെടും, എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുൻപായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൂതൻ എന്ന് നമ്മൾ വായിക്കുന്നത്. എന്റെ ദൂതനെ ഞാൻ നിങ്ങൾക്ക് മുൻപായിട്ട് അയക്കും. ഈ ദൂതൻ ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ യാത്ര ചെയ്തു. ഇസ്രായേൽ ജനം ഈ ദൂതന്റെ പുറകെ യാത്ര ചെയ്തു. ഇവർ വളരെ അനുഗ്രഹമേറിയ രീതിയിൽ, വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇവരുടെ യാത്ര അവർ പൂർത്തീകരിച്ചു. അതിനകത്ത് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ യാത്രയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ മറുതലിപ്പ് പല സന്ദർഭങ്ങളുണ്ടായി. ദൈവം പല സമയങ്ങളിലും ഇവരുടെ യാത്രയിൽ സംതൃപ്തനല്ലാതിരുന്നു. പല സമയം ദൈവം വരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേൽ ജനത്തിന്റെ ഈ യാത്ര മിസ്രൈമിൽ നിന്ന്, റംസസിൽ നിന്ന് അവർ പുറപ്പെട്ടു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അവർ പുറപ്പെട്ടു. യഹോവയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അനവധി പ്രതിസന്ധികളെ അവർ നേരിടുകയും അതിനെ മറികടക്കുകയും ചെയ്ത്, അല്ലെങ്കിൽ മറികടക്കാൻ ദൈവം അവരെ സഹായിച്ച് അവരാഗ്രഹിച്ച ആ സ്ഥാനത്ത്, കനാൻ നാട്ടിൽ ദൈവം ഇസ്രായേൽ ജനത്തെ കൊണ്ടെത്തിക്കുകയുണ്ടായി. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: ഈ ഇസ്രായേൽ ജനത്തിന്റെ യാത്ര പുതിയ നിയമ ഇസ്രായേൽ ആയിരിക്കുന്ന നമ്മുടെയും ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇസ്രായേൽ ജനം ഒരു സ്ഥലത്തു നിന്ന് യാത്ര പുറപ്പെട്ടു. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ദൈവം അവർക്ക് വേണ്ടി വെച്ചിരുന്ന സ്ഥാനത്ത് ദൈവം അവരെ എത്തിച്ചു. അവരുടെ യാത്രയ്ക്ക് ഒരു ആരംഭമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. ഇതിന്റെ ഇടയിൽ അവർ യാത്ര ചെയ്യുന്നത് മുഴുവൻ കൂടുതലും മരുഭൂമിയിലൂടെയും വെള്ളമില്ലാത്ത സ്ഥലത്തും വെള്ളമുള്ള സ്ഥലത്തും നദി കൂടെ ഒക്കെ ഇവർ യാത്ര ചെയ്യുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ മഹത്വകരമായ ഒരു കാര്യമാണ്. വളരെ മഹത്വകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത്, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ ലോകത്തിൽ മനുഷ്യന് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതും എന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ളതുമായ ഒന്നാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനികളായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 2-3 തരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്, അല്ലെങ്കിൽ വിശ്വാസികളുണ്ട്. ഒന്ന്, നിറഞ്ഞ ദൈവസാന്നിധ്യത്തിനകത്ത് ജീവിക്കുന്നവരുമുണ്ട്. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോകുന്നവരുമുണ്ട്. ഇതിനകത്ത് ദൈവസാന്നിധ്യം ഈ ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിലും അത് വ്യക്തമായി, ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തെ മുഖാമുഖം കണ്ട ഒരു ഗ്രൂപ്പാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തെ മുഖാമുഖം കണ്ടത്. ഞാനതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. ഒരു തെളിവ്, നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായം അവസാന വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഒരു ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പുറപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായം, അതിന്റെ അവസാന വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. 36 തൊട്ട് വായിക്കാം. 36 തൊട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ആ വാക്യം ഒന്ന് നിങ്ങൾ മനസ്സിലെത്തി വായിക്കണം. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലും പുതിയ നിയമ ഇസ്രായേൽ ആയിരിക്കുന്ന നമ്മുടെ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിലൂടെ സകല പ്രയാണങ്ങളിലും, ശ്രദ്ധിച്ചു കേൾക്കണേ ആ പദം, ഇസ്രായേല്യരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണെ പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ഭാവന കണ്ടു നോക്കി. ദൂരത്ത് നിന്നൊരു മലമുകളിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം താഴ്വരയിൽ പാർക്കുന്നത് ഒരു എന്താണ് പറയുന്നത്, ഒരു ടെലസ്റ്റിയൽ വ്യൂവിൽ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ, ദൂരവീക്ഷണത്തിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കി, ഇസ്രായേൽ ജനം പാർക്കുന്നത് 12 സ്ക്വയർ കിലോമീറ്ററിലാണ്.
അവരുടെ പാളയം അടിച്ചിരിക്കുന്നത് 12 സ്ക്വയർ കിലോമീറ്ററിലാണ്. അത്രയും ഇവരിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഇവർ താമസിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലൊക്കെ അത് കിടപ്പുണ്ട്. ഇവർ താമസിക്കുന്നത് കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിക്ക് അവർ താമസിക്കുന്നത്. പക്ഷെ ഇവരുടെ പാളയത്തിന്റെ ഏറ്റവും കാണുമ്പോൾ തന്നെ ഭംഗി കൂട്ടുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ താമസത്തിന്റെ, പ്രത്യേകിച്ച് ഇവർ താമസിക്കുന്നതിന്റെ നടുവിൽ യഹോവയുടെ ആലയമുണ്ട്. ആ ആലയത്തിന്റെ മേൽ തിരുനിവാസത്തിന്റെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിന് കാണാം. അവർ കണ്ണു തെളിച്ച് നോക്കിയാൽ കാണാം. എങ്ങനെ കാണാൻ പറ്റുന്നത്? യഹോവയുടെ തേജസ് ആലയത്തിന്റെ മീതെ മേഘമായിട്ട് ഇറങ്ങി നിൽക്കുക. ഇനി അത് സന്ധ്യയാകുന്ന സമയത്ത് ഇത് സ്വിച്ചിട്ട് മാറ്റുന്നത് പോലെ ഈ മേഘമായിട്ട് നിൽക്കുന്നത് രാത്രിയാകുമ്പോൾ അഗ്നിയായി മാറും. നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കി, എന്തോ രസമായിരിക്കും, എന്തോ മനോഹാരിതയാണത് അല്ലേ? സന്ധ്യ വരെ മേഘമായിട്ട് ഇങ്ങനെ മൂടി നിൽക്കുക. സന്ധ്യ ആകുമ്പോൾ, സന്ധ്യ ഇരുട്ടാകുന്നതനുസരിച്ച് ഇത് തീയായിട്ട് മാറുക, കത്തുക, അഗ്നിസ്തംഭമായിട്ട് മാറുക. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇസ്രായേൽ ജനൻ രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇതും കണ്ടോണ്ടാണ് കിടന്നുറങ്ങുന്നത്. ദൈവ സാന്നിധ്യം ലിറ്ററലി കണ്ടോണ്ടാണ് കിടന്നുറങ്ങുന്നത്. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആലയത്തിൽ ആദ്യമായി ആലയം പണിത് കഴിഞ്ഞപ്പോൾ ആലയത്തിനകത്ത് ദൈവ തേജസ് ഇറങ്ങുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ തേജസ് ഈ ആലയത്തിന്റെ മേൽ ഇറങ്ങിയപ്പോൾ ദൂരെ നിൽക്കുന്ന, അതായത് ഏകദേശം 30 ലക്ഷം ആൾക്കാരുണ്ട്, 30 ലക്ഷം ആളുകൾ ഒരുമിച്ച് നോക്കി നിൽക്കുമ്പോൾ കാണുകയാണ് ദൈവത്തിന്റെ തേജസ് ആകാശത്തു നിന്ന് താഴോട്ട് ഇറങ്ങി വരിക. ആ യാഗപീഠത്തിന്മേൽ തീ ഇറങ്ങി, താനെ യാഗപീഠത്തിന്മേൽ തീ വെളിപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ഇത്രയും വരുന്ന, അഥവാ 30 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനം ഒരുമിച്ച്, അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 9-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം, ലേവ്യ പുസ്തകം, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ ജനം മുഴുവൻ മുൻപിലേക്ക് വീണ് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് മൂക്കെ ഫൽ ഗിർഗയ, ഫെൽ ഡൗൺ. അവര് മുഖം താഴേക്ക്, മുഖം കവിണ്ട് വീണു. മലയാളത്തിൽ പറഞ്ഞാൽ കവിണ്ട് വീണ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വെളിപ്പെട്ട് നിൽക്കുന്ന തേജസ്സിന്റെ മുൻപിൽ, ദൈവ തേജസ്സിന്റെ മുൻപിൽ 30 ലക്ഷം ആളുകൾ വീണ് കിടക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കി. ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം, ദൈവ സാന്നിധ്യത്തിന്റെ ഗ്രേറ്റ്നസ്. പ്രൈസ് ഗോഡ്. അത് ഇസ്രായേൽ ജനം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇനി അല്പം പുറകിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ വന്നു നിന്നത്, ലിറ്ററലി കാണത്തക്ക നിലയിൽ വന്നു നിന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ വേഗത്തിൽ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണമേ. ഇസ്രായേൽ ജനത്തിന്റെ ഈ സാഹചര്യത്തിൽ അവരുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉടനീളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പുറകോട്ടൊന്ന് പോയാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ഉം 9-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, വായിക്കണമെന്നില്ല, ഞാൻ ആ കാര്യം പറഞ്ഞു പോകാം. ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ, ഏദനിൽ ഒരു തോട്ടം ഉണ്ടായിരുന്നു, ഏദൻ തോട്ടം എന്നല്ല, ഏദനിൽ ഉണ്ടായിരുന്ന തോട്ടത്തിനകത്ത് യഹോവയായ ദൈവം ആദമിനെയും ഹവ്വയെയും വെച്ചു. അവരവിടെ തോട്ടത്തെ കാത്തുകൊണ്ട്, തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ട് ആയിരിക്കുമ്പോൾ നിരന്തരമായി അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റൊന്നുമല്ല, യഹോവയായ ദൈവം വെയിലാറുമ്പോൾ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശയം ഇതാണ്. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം എന്തു ചെയ്തു? വെയിലാറുന്ന സമയത്ത് ഈ തോട്ടത്തിലേക്ക് ഇറങ്ങി വരികയും ആദമിന്റെയും ഹവ്വയുടെയും, ആദമും ഹവ്വയും ആരാണ്? മനുഷ്യവർഗത്തിന്റെ ആദിമ കണ്ണിയാണ് അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അന്ന് മനുഷ്യരായിട്ട് അവരേ ഉള്ളൂ. മനുഷ്യന്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാം. എല്ലാ ദിവസവും ദൈവത്തിന്റെ സൃഷ്ടികളുടെ മണിമകുടമായ മനുഷ്യനെ, ആദമിനെ ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ കൂടെ സമയം ചെലവഴിക്കുവാൻ ഇറങ്ങി വരുമായിരുന്നു. നോക്കിയേ, ആദിമ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഹൃദയത്തിലെ വാഞ്ച മനുഷ്യന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഇറക്കി പറഞ്ഞോട്ടെ, ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലും ദൈവത്തിന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഇന്ന് ഈ സമയത്തും ദൈവത്തിന്റെ ഒരു വലിയ ആഗ്രഹം മനുഷ്യന്റെ കൂടെ സമയം ചെലവഴിക്കുക എന്നതാണ്.
ഞാൻ ഇനിയും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അതിനെ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഹാനോക്കിനെ നമുക്കറിയാലോ. ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച കാര്യം മനുഷ്യന്റെ കൂടെ സമയം ചെലവഴിക്കാൻ. നമുക്ക് ഹാനോക്കിന്റെ കാര്യം അറിയാമല്ലോ. ഹാനോക്ക് 300-ൽ പരം വർഷങ്ങൾ ദൈവത്തിന്റെ കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. മനുഷ്യന്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം. സത്യത്തിൽ ഈ ദൈവത്തിന് മനുഷ്യന്റെ കൂടെ നടക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യമില്ല. കാരണം ദൈവത്തിന് അസംഖ്യം ദൂതന്മാർ അവന്റെ മുമ്പിൽ അവനെ ആരാധിക്കാൻ, അവനെ മഹത്വപ്പെടുത്താനുണ്ട്. തിരുവചനത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. നമുക്കത് അറിയാവുന്നതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിരന്തരമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു അസംഖ്യം കൂട്ടം. അതുകൊണ്ടാണ് യഹോവയായ ദൈവത്തിന്റെ ഒരു പേര് തന്നെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ഹോസ്റ്റ് ഓഫ് ഹെവൻ. എന്താ അതിന്റെ അർത്ഥം? സൈന്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഹോസ്റ്റ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ദൂതന്മാരുടെ സൈന്യത്തെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആ സൈന്യങ്ങൾ അസംഖ്യം ദൂതന്മാർ നിരന്തരം ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വർഗത്തിൽ പണിയൊന്നുമില്ല അതിനെന്നിട്ടല്ല. എന്നിട്ടും നിങ്ങൾ ആലോചിക്കേ, ദൈവത്തിന്റെ സൃഷ്ടികളുടെ വലിപ്പത്തിന്റെ കാര്യത്തിലോ ഒക്കെ ഒന്ന് വെച്ച് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ദൈവത്തിന്റെ സൃഷ്ടിക്കകത്ത് മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു വൈറസിന്റെ അത്രയും വലിപ്പം പോലും ഇല്ല ദൈവത്തിന്റെ സൃഷ്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ. നമ്മുടെ ഭൂമിക്ക് ഉള്ള വലിപ്പം നമുക്കറിയാമല്ലോ. 24,000 കിലോമീറ്റർ ചുറ്റളവാണ് ഈ ഭൂമിക്കുള്ളത്. അതിനേക്കാൾ 109 മടങ്ങ് വലിപ്പമുണ്ട് സൂര്യന്. ഭൂമിയുടെ 109 മടങ്ങ് വലിപ്പമുണ്ട് സൂര്യന്. സൂര്യനേക്കാൾ 10 ലക്ഷം മടങ്ങ് വലിപ്പമുള്ള മറ്റ് നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. സൂര്യനേക്കാൾ 10 ലക്ഷം മടങ്ങ് വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോലും നമ്മുടെ ബ്രെയിനിനില്ല. അത്രയ്ക്ക് വലിപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിന്. അങ്ങനെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മുടെ ഈ ഗാലക്സിക്കകത്ത് മാത്രം 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ ഗാലക്സിക്കകത്ത് മാത്രം അങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിക്കകത്തും ഇത്രയും നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇന്ന് അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ മുൻപിൽ സൂര്യനെ കൊണ്ടുവച്ചാൽ നമ്മൾ പേനയും കൊണ്ടൊരു കുത്തിടുന്നത് പോലെ ഉള്ളൂ സൂര്യൻ. അപ്പൊ അതിനേക്കാൾ 109 മടങ്ങ് ചെറുതാണ് നമ്മുടെ ഭൂമി. ആ ഭൂമിക്കകത്ത് വസിക്കുന്ന നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 19 വിളിച്ചു പറഞ്ഞത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവത്തിന് എന്തോ വലിപ്പം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ ഗാലക്സി മാത്രം നോക്കിയാൽ മതി ദൈവത്തിന് എത്ര വലിപ്പമുണ്ടെന്ന് അറിയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ സത്യത്തിൽ ഒന്നുമല്ല. ദൈവം ഒന്ന് ഊതിയാൽ പോലും നമ്മൾ കാണത്തില്ല. അത്രയും ചെറുതാണ് നമ്മൾ. ഞാൻ പറയുന്നത്, ഇത്രയും വലിയവനായ ദൈവം, നമ്മൾ സാധാരണ ചില പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, കീടയെ പോലെ അല്ലെ കൃമിയെ പോലെ ഇരിക്കുന്ന ഏഴകളും കൃമികളും എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാറല്ലേ. സത്യത്തിൽ അത്രേ ഉള്ളൂ. നമ്മൾ റിയലി അത്രേ ഉള്ളൂ. അത്രയും പോലും ഇല്ല നമ്മള്. അപ്പൊ ഇത്രയും വലിയ ദൈവത്തിന് നമ്മുടെ കൂടെ ഇരിക്കാൻ സമയമുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. കർത്താവ് അത് ചെയ്യാൻ തൽപരനുമാണ്. ഇനി ഒന്ന് ആലോചിക്കേ, ഈ ഏഴകളും കൃമികളും ഒക്കെ ആയാൽ നമുക്ക് സമയമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഏഴകളും കൃമികളുമായ നമ്മൾ ബിസിയാ. നമുക്ക് സമയമില്ല കർത്താവിന്റെ കൂടെ ഇരിക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന ആവശ്യത്തിലേക്ക് വരട്ടെ. ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചു. ഹാനോക്കിന്റെ കൂടെ ദൈവം നടന്നു. ഇനി ഇപ്പോൾ വായിച്ച വാക്യത്തിൽ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ദൈവം പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. യഹോവയുടെ തേജസ് ഇസ്രായേൽ ജനത്തിന്റെ മീതെ ഉണ്ടായിരുന്നു. പകൽ അഗ്നിസ്തംഭത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായി ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ദൈവം പറഞ്ഞത് 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കിയേ, ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവം വീണ്ടും ആഗ്രഹിക്കുന്നത് കുറെ കൂടെ ക്ലോസ് റിലേഷൻഷിപ്പ്, കുറച്ചുകൂടെ അടുത്തു വരാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു സന്ദേശം ഞാൻ ഇന്ന് പകൽ ഒരു സന്ദേശം നിങ്ങളോട് പറയട്ടെ. ദൈവാത്മാവ് ഇന്ന് പകലും നിങ്ങളുടെ കൂടെ കുറെ കൂടെ ക്ലോസ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ഹൃദയം അവിടെയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ദൈവിക സന്ദേശം ഇതാ: നിങ്ങളുടെ കൂടെ കുറെ കൂടെ അടുത്ത് ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് വരാൻ ദൈവം ഇന്ന് പകൽ ആഗ്രഹിക്കുക. എത്ര പേർക്ക് അതിന് സന്തോഷമുണ്ട്? എത്ര പേർക്ക് അതിന് ഇന്ന് പകൽ ഒരു വലിയ ഒരുക്കം വലിയൊരു ആഗ്രഹമുണ്ട്? ഓക്കെ, ആദമ്, പിന്നീട് ഹാനോക്ക്, പിന്നീട് നമ്മൾ ഇസ്രായേൽ ജനത്തെ കാണുമ്പോൾ നമുക്ക് അവിടെ കാണാം ദൈവം അവരുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്തൊരു സംഭവം, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ
യേശു കർത്താവ് 3-ാം അധ്യായം, അതായത് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-14 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ തനിക്ക് ബോധിച്ചവരെ, അവൻ മലയിലേക്ക് കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അവൻ തന്നോട് കൂടെ ഇരിക്കേണ്ടതിന് 12 നിയമിച്ചു എന്നവിടെ നമ്മൾ വായിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് വായിച്ചാൽ മതി. മാർക്കോസ് 3, 13, 14 വാക്യങ്ങൾ. യേശു പറയുകയാണ്, അവൻ തന്നോട് കൂടെ ഇരിക്കേണ്ടതിന് 12 ശിഷ്യന്മാരെ നിയമിച്ചാക്കി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരാണ്. കർത്താവ് പറഞ്ഞത് ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുക. അപ്പൊ നമ്മളും കർത്താവിന്റെ വചനം കേട്ട് കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിഷ്യന്മാരാണ്. അപ്പൊ ആ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്റെ കൂടെ ഇരിക്കണം. എന്റെ ആഗ്രഹം അതാണ്. അവിടെ വേറെ 2 കാര്യം കൊണ്ട് പറയുന്നുണ്ട്. പ്രസംഗിക്കേണ്ടതിന് അവരെ അയക്കണം, ഭൂതങ്ങളെ പുറത്താക്കാൻ അവർക്ക് അധികാരം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ട് അവരെ നിയമിച്ചു. 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. പക്ഷേ എന്റെ ചിന്ത, ഞാൻ ഇന്ന് പകൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിനകത്ത് പ്രയോറിറ്റി, ദൈവം കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി ടു ബി വിത്ത് ഹിം, ദൈവത്തിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതിനാണ് പ്രസംഗിക്കുന്നതിനേക്കാളും ഭൂതത്തെ പുറത്താക്കുന്നതിനേക്കാളും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഉപരി കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദമനെ ഹവ്വയും ദൈവം സൃഷ്ടിച്ചപ്പോൾ പറയുകയാണ്, ദൈവം ചെയ്ത കാര്യം, ദൈവം അവരുടെ സമീപത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാ ദിവസവും അവരുടെ കൂടെ സമയം ചെലവഴിക്കുക. ഹാനോക്കിന്റെ കൂടെ ദൈവം നടക്കുക. ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ഉടനീളം അവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ദൂതൻ അവരുടെ മുൻപിൽ പോയിക്കൊണ്ടിരുന്നു. നമ്മളതാണ് പ്രാരംഭത്തിൽ വായിച്ച വാക്യം. ഒരു ദൂതനായി കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ദൂതനോട് വിഘടിക്കരുത്. ആ ദൂതനോട് കേട്ട് ആ ദൂതൻ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുക. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഓക്കെ, ആദം, ഹാനോക്ക്, പിന്നീട് ഇസ്രായേൽ ജനം, പിന്നീട് യേശു. ഇനി യേശുവിന്റെ കാലം കഴിഞ്ഞ് യേശു സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ യേശു ഒരു വലിയ പ്രോമിസ് ചെയ്തിട്ടാണ് പോയത്. എന്തായിരുന്നു പ്രോമിസ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യോഹന്നാൻ 14:16. ഞാൻ പോകുന്നത് പ്രയോജനം, നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു പരിശുദ്ധാത്മാവിനെ, അവന്റെ സാന്നിധ്യത്തെ ഈ ഏഴകളും കൃമികളുമായ നമ്മുടെ കൂടെ ഇരിക്കാൻ എന്നേക്കുമായി കർത്താവ് പ്രോമിസ് ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു നമുക്കറിയാം. അപ്പൊ ഇതിലൂടെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നല്ലേ ചോദിക്കേ? ഉൽപ്പത്തിയിൽ തുടങ്ങി ഇങ്ങ് വരുമ്പോൾ പുതിയ നിയമം വരെ ദൈവത്തിന്റെ ആഗ്രഹം എന്തുവാ? എന്റെയും നിങ്ങളുടെയും കൂടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. നമുക്കതിന് സമയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇനി അടുത്തൊരു ഭാഗം, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്, എപ്പോഴും ഇരിക്കാൻ, 24 hours നമ്മുടെ കൂടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ, 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം, ഇതാ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു മഹാശബ്ദം ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ വാസം. ഇനി അവരുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാകില്ല. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. ദുഃഖവും മുറവിളി അവിടെ ഉണ്ടാകത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തോ സംഭവിക്കുമെന്നാണ് യോഹന്നാൻ വെളിപ്പാടിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ എന്നേക്കും കർത്താവിന്റെ കൂടെ ആയിരിക്കും. അപ്പം ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ, ഇങ്ങനെ കൂടെ വേണേ പറയാം, നിത്യത തുടങ്ങി നിത്യത വരെ ദൈവത്തിന് ഒരേ ആഗ്രഹമുള്ളൂ, ഈ മനുഷ്യന്റെ കൂടെ സമയം ചെലവഴിക്കുക. ഞാൻ പറയുന്നതിന്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ദൈവത്തിന് നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹം ഇന്ന് പകൽ നമ്മുടെ അകത്ത് ഉണ്ടായി വരട്ടെ. കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയുടെ കൂടെ ഇരിക്കാൻ എനിക്ക് കൊതിയുണ്ട്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ആവേശമുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തിരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പല കാര്യങ്ങളിലും നമ്മൾ ബിസിയാണ്. പക്ഷെ കർത്താവിന്റെ കാര്യം നമ്മൾ ആലോചിക്കേ. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടും വ്യക്തിപരമായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നമ്മൾ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചാൽ, ഞാനിങ്ങനെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ദൈവം ഒരു ശക്തിയായിട്ടും ദൈവം ഒരു ആത്മാവായിട്ടും നമുക്കറിയാം. എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് അറിയാം, ആസ് എ പേഴ്സൺ?
ഒരു വ്യക്തിയായിട്ട് എത്ര പേർക്ക് അറിയാം? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? യോഹന്നാൻ 14:16 എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് അവൻ, ഹീ വിൽ കം എന്നാ എഴുതിയേക്കുന്നത്. ഹീ വിൽ കം. ഇംഗ്ലീഷിന്റെ ഗ്രാമാറ്റിക്കൽ നിയമം അനുസരിച്ച് ഒരു ശക്തിക്ക് ഹീ എന്ന് പറയാറില്ല. ഒരു വ്യക്തിക്ക് മാത്രമാണ് ഹീ എന്നുള്ള സംബോധന ചെയ്ത് പറയാറുള്ളൂ. അപ്പം ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, ആൻഡ് ഹീ വിൽ സ്റ്റേ വിത്ത് യു ഫോർ എവർ. പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും എന്നാണ് യേശു പറഞ്ഞിട്ട് പോയത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൂടെ ഉള്ള പരിശുദ്ധാത്മാവ്, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്? അന്യഭാഷ പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു, 1-ഉം 2-ഉം വാക്യം വായിച്ചു. ഇപ്പം വായിക്കണ്ട, പിന്നീട് വായിച്ചാൽ മതി. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശുവിനെ കർത്താവാണെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് കർത്താവെന്ന് പറയാൻ പറ്റത്തില്ല. യേശുവിനെ കർത്താവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ പറ്റത്തില്ല. നമ്മൾ കർത്താവിനെ യേശു കർത്താവ് എന്ന് ഏറ്റു പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ എല്ലാവരുടെയും അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ്. ഓക്കെ, പരിശുദ്ധാത്മാവിന് അളവിൽ വ്യത്യാസം ഉണ്ടാകാം. ഇപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും, ഒരു ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടുവന്നാലും, ഒരു നദി ചെന്ന് വെള്ളം കുടിച്ചാലും, ഒരു സമുദ്രത്തിൽ ഇറങ്ങി നമ്മൾ വെള്ളത്തെ തൊട്ടാലും എല്ലാം വെള്ളമാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് ഈ അളവ് വ്യത്യാസമുള്ളത്, പരിശുദ്ധാത്മാവിന് അളവ് വ്യത്യാസമുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ എത്രമാത്രം അനുഭവിച്ചു, എത്രമാത്രം ആ ഡീപ്പിലേക്ക് പോകാൻ നമുക്ക് പറ്റിയെന്നു മാത്രമേ ഉള്ളൂ ചോദ്യം. നമ്മൾ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് പല ലെവലുകളുണ്ട്. ഇന്ന് പകലത്തെ എൻ്റെ സന്ദേശത്തിന്റെ ചുരുക്കം ഇത്രമേ ഉള്ളൂ. ദൈവത്തിന് നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. നമുക്ക് സമയമുണ്ടോ? ഇനി സമയമുണ്ടെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് മുൻപാകെ ദൈവ സാന്നിധ്യം പോയിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, നമ്മുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ ഓരോ ദിവസത്തെയും യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദ ഹോൾ ഹെവൻ ഈസ് വിത്ത് us എന്ന് പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് വായിക്കണേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മൊത്തം ഒന്ന് വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? 13-ാം അധ്യായം തൊട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ 13, 14, 15, 16, 17 അധ്യായങ്ങൾ മൊത്തം വായിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് 13, 14 ഒക്കെ എഴുതിയിട്ടുണ്ട്. യേശു പറയുക, ഞാനും പിതാവും വന്നവനോട് കൂടെ വാസം ചെയ്യും. 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തു. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ട്. 90-ാം സങ്കീർത്തനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പം ഏഞ്ചൽസ് ആർ ദേർ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിങ്ങളുടെ മുറി അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എന്താ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, സംതിങ് ലൈക്ക് ഫയർ, അവർ എക്സ്പീരിയൻസ് ചെയ്തു. അവർ സംസാരിക്കാൻ തുടങ്ങി. കാറ്റടിച്ചു. അവരുടെ ത്വക്കിന് അത് അനുഭവിക്കാൻ പറ്റി. അവർ വലിയ മുഴക്കം, കൊടിയ മുഴക്കം ഉണ്ടായപ്പോൾ ചെവി കൊണ്ട് അവർ കേട്ടു. ആത്മാവിൽ അതിനെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തു അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്. ഓക്കെ, ഞാൻ ഇത്രയും പറയുന്നതിന്റെ ചുരുക്കം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ മുറിക്കകത്തിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങണം. നമ്മുടെ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് കയറി വരുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. TGS ദിനകരൻ എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്റെ പിതാവ് പറഞ്ഞു കേട്ടൊരു അനുഭവമാണ്. അദ്ദേഹം എല്ലാ ദിവസവും മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സമയത്ത് 1 മണിക്കൂർ ഇടവിട്ട് അദ്ദേഹത്തിന് ചായയും വെള്ളവും കൊണ്ടു കൊടുക്കുന്ന ഒരു സഹോദരനുണ്ട്, ഒരു വെയിറ്റർ ഉണ്ട് അവിടെ. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു കേട്ടൊരു ഒരു സാഹചര്യമാണ്, ഒരു അനുഭവമാണ്. എല്ലാ മണിക്കൂറിലും അദ്ദേഹം ഇങ്ങനെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മുറിയിൽ ചെല്ലുമ്പോൾ, ഒരിക്കൽ അദ്ദേഹം ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഈ DGS ദിനകരൻ ദൈവദാസൻ പ്രായമായ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ മുട്ടയിൽ നിന്നാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ശരീരം അനുവദിക്കാത്തത് കൊണ്ട് മുട്ടയിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ആ സ്റ്റാൻഡിൽ ഇങ്ങനെ കൈവച്ചിട്ട് അദ്ദേഹം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഈ സഹോദരൻ വെള്ളം കൊടുക്കാൻ വേണ്ടി മുറിക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ സഹോദരൻ കണ്ടൊരു കാഴ്ച, ഈ ദൈവദാസൻ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുക, അദ്ദേഹം ഒന്നും അറിയുന്നില്ല,
പ്രാർത്ഥനയിൽ താൻ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സഹോദരൻ കാണുന്നൊരു കാഴ്ച, ഈ ദൈവദാസൻ എങ്ങനെ മുട്ടുമ്പോൾ നിൽക്കുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പിൽ അദ്ദേഹത്തെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു സ്വർഗദൂതനും അങ്ങനെ നിൽക്കുക. നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ വെറുതെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിറങ്ങിപ്പോരുന്ന അനുഭവമല്ല. നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ ദൂതന്മാർ ഇറങ്ങി വരുന്നുണ്ട്. അത് കാണാനുള്ള കണ്ണ് ഇന്ന് പകൽ ദൈവം തുറക്കട്ടെ. ഇത് പുതിയ അനുഭവമൊന്നുമല്ല. മറിയയുടെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷനായി. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ദൂതൻ വന്ന് പ്രത്യക്ഷനായി. യോസഫിന് ദൂതൻ പ്രത്യക്ഷനായി. സെഖര്യാവ്, യോഹന്നാന്റെ അപ്പൻ സെഖര്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെഖര്യാവിന്റെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അങ്ങോട്ട് പുതിയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ ദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് പലയിടങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. കൊർന്നല്യോസ് 10-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എനിക്കത് ഭയങ്കര ഇഷ്ടം ആ ഭാഗം. കൊർന്നല്യോസ് ഒരു ജാതിയായ മനുഷ്യനാ, യഹൂദനുമല്ല. പക്ഷെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴാ? 9-ാം മണി നേരത്ത്, പകൽ നല്ല വെട്ടമുള്ള സമയത്ത് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ ആത്മാവിൽ കാണുക, ഒരു ദൂതൻ തന്റെ മുറിക്കകത്തേക്ക് നടന്നു വരുന്നത് താൻ സ്പഷ്ടമായി കണ്ടു. ദൈവമക്കളെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇന്നു മുതൽ മാറാൻ തുടങ്ങട്ടെ. ദൈവ സാന്നിധ്യം നമ്മുടെ മുറിക്കകത്ത് ഇറങ്ങി വരുന്നത് ഒരു പേഴ്സണായിട്ട്, വ്യക്തിയായിട്ട് നമ്മുടെ മുറിക്കകത്ത് ഇറങ്ങി വരുന്നത് കാണാൻ നമുക്ക് നമ്മുടെ സ്പിരിച്വൽ ആത്മറലം ഇന്ന് പകൽ തുറക്കട്ടെ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആത്മനിർലത്തെ ഞാൻ തുറക്കാൻ ആഗ്രഹിക്കുക. ഇന്നു മുതൽ ദൂതന്മാരെ കാണാൻ, ദൈവ സാന്നിധ്യം കാണാൻ, ദൈവശബ്ദം കേൾക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ ദൈവാത്മ നിങ്ങൾക്ക് അനുഭവം തരട്ടെ. ഒരു കഥയും കൂടെ എനിക്ക് ഓർമ്മ, കഥയല്ല, ഒരു സംഭവം കൂടെ ഓർമ്മ വരുന്നു. അതുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സിംഗപ്പൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് പറഞ്ഞ അനുഭവം ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ സിംഗപ്പൂരിൽ പോകുമ്പോൾ അവിടെ ഒരു സഹോദരിയെ പരിചയപ്പെടാനിടയായി. ആ സഹോദരിയുടെ പേര് മർലി എന്ന മറ്റാണ്. അദ്ദേഹം പറഞ്ഞു, ആ സഹോദരി ഇങ്ങനെ തന്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി. ആ സഹോദരിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, ശുശ്രൂഷിക്കാൻ അറിയില്ല, സഭയിലെ ആരുമല്ല. ആ സഹോദരി ജസ്റ്റ് പ്രാർത്ഥിക്കുക മാത്രമാണ് ആ സഹോദരിയുടെ ഒരു ഗിഫ്റ്റ്. എപ്പോഴും ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമായിട്ട് ഭയങ്കര ഇന്റിമസിയാണ്, ദൈവമായിട്ട് ഭയങ്കര ആത്മബന്ധമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അത് സഹോദരി നോക്കുമ്പോൾ തന്റെ മുറിക്കകത്ത് ലിറ്ററലി ക്ലൗഡ് വന്ന് നിറയാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരിയുടെ മുറിക്കകത്ത് മേഘം വന്ന് നിറഞ്ഞു. പുള്ളിക്കാരി കണ്ണു തുറന്ന് കാണുക, ലിറ്ററലി ആ മുറിക്കകത്ത് മേഘം വന്ന് നിറഞ്ഞു നിൽക്കുന്നു. കുറച്ച് ആ സംഭവം അങ്ങനെ നിരന്തരമായി. അത് കഴിഞ്ഞപ്പോൾ ആ മേഘത്തിനകത്തുനിന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങി. പുള്ളിക്കാരി ആ മേഘത്തിൽ നിന്ന് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ആ മേഘത്തിനകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? പുള്ളിക്കാരി വേറെ ഒന്നും സംശയിക്കാതെ ആ ശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങ് എന്റെ പേര് വിളിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. ആ മേഘത്തിനകത്തുനിന്ന് ആ ശബ്ദം ഇങ്ങനെ പുറപ്പെട്ട് അവൾ കേട്ടു, മർലി, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഒരു പ്രത്യേക ധ്വനി ഇങ്ങനായിരുന്നു. ആ മേഘത്തിനകത്തുനിന്ന് അവൾ കേട്ട ശബ്ദം, മർലി, നീ എന്താ ചോദിക്കുന്നത്? എന്ത് വേണമെങ്കിലും ചോദിക്ക്, നീ എന്നോട് ഒത്തിരി ക്ലോസാ, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. എനിക്കത് റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം യു ആർ സോ ക്ലോസ് ടു മീ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സിംഗപ്പൂരിൽ നിന്ന് അമേരിക്കയിലേക്ക് തന്റെ ഭർത്താവിനോട് ഒരുമിച്ച സഹോദരി യാത്ര ചെയ്യുക. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സഹോദരിയുടെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഫ്ലൈറ്റിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഫ്ലൈറ്റുകാർ ചോദിച്ചു, എന്തോ ചെയ്യണം? അവര് അമേരിക്ക ചെന്നിറങ്ങി അവിടെ മോർച്ചറി കൊണ്ടുവന്ന് ഡെഡ് ബോഡി വെച്ചു. ഇവളോട് ചോദിച്ച, സഹോദരി എന്താ ചെയ്യണം? അവൾ പറഞ്ഞ മറുപടി ഇങ്ങനെ, എനിക്കൊരു പ്രാണപ്രിയനുണ്ട്, ഞാൻ എൻ്റെ പ്രാണപ്രിയനോടൊന്ന് ചോദിക്കട്ടെ എന്താ ചെയ്യേണ്ടെന്ന്, അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം. എനിക്കൊരു മുറി ഒരുക്കി തരണം, പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് അല്പസമയം മാറിയിരിക്കണം. അവരൊരു മുറി അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവൾ ആ മുറിക്കകത്ത് കയറിയിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പതിവ് പോലെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മുറിക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. മുറിക്കകത്ത് ക്ലൗഡ് വന്ന് നിറഞ്ഞു. ആ ക്ലൗഡിനകത്തുനിന്ന്, ആ മേഘത്തിനകത്തുനിന്ന് ഒരു ശബ്ദം അവൾ കേട്ടു. ഇന്നും ആ സഹോദരി ജീവനോടുണ്ട്. ആ ദൈവദാസൻ കേട്ട ആ സഹോദരിയോട് നേരിട്ട് സംസാരിച്ചിട്ട് ആ ദൈവദാസൻ പ്രസംഗത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, കഥയല്ല. ആ മേഘത്തിനകത്തുനിന്ന് ഒരു ശബ്ദം അവൾ കേട്ടു, മർലി, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? നീ എന്ത് ചോദിച്ചാലും എനിക്ക് റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. യു ആർ സോ ക്ലോസ് ടു മീ, പറ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്താണ്? അവൾ ആ മേഘത്തിൽ നിന്ന് കേട്ട ശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്തിട്ട് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു വരണം, എനിക്ക് എന്റെ ഭർത്താവിനെ ജീവനോടെ തിരികെ വേണം. ആ ശബ്ദം, ആ മേഘത്തിൽ നിന്ന് വീണ്ടും അവൾ ശബ്ദം കേട്ടു, നീ എഴുന്നേറ്റ് പോയി നിന്റെ ഭർത്താവിനെ വിളിക്ക്. അവള് ധൈര്യം സംഭരിച്ച് മോർച്ചറിയുടെ ഡോറ് തുറന്ന് അവിടെ ചെന്നിട്ട് തന്റെ ഭർത്താവിനെ പേര് ചൊല്ലി വിളിച്ചു.
ആ മനുഷ്യൻ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. ഇന്നും ജീവനോട് ഇരിക്കുന്നവരുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്, സംഭവ ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവമക്കളെ, നമ്മൾ പറയുന്ന യേശു കഥയല്ല, നമ്മൾ പറയുന്ന പരിശുദ്ധാത്മാവ് കേട്ടുകേൾവിയല്ല. ആ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ആ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ പറയുന്നത് ആ പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പറ്റും. നിങ്ങളുടെ മുറിക്കകത്ത് പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരാൻ പറ്റും. അവനൊരു വ്യക്തി എന്ന പോലെ നിങ്ങളുടെ മുറിക്കകത്ത് നടന്നു വരാൻ പറ്റും. നിങ്ങൾക്ക് ശരീരത്തിൽ അവന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റും. ആ സാന്നിധ്യമാണ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. അവരുടെ യാത്രയിലുടനീളം ദൂതൻ നിങ്ങളുടെ മുമ്പേ ഉണ്ടായിരിക്കും, അവനോട് മറുതലിക്കരുത്, അവനോട് വിഘടിക്കരുത്, എന്റെ നാമം അവന്റെ മേലുണ്ട്. അവന്റെ നാമമുള്ള പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ഈ മരുഭൂമി യാത്രയിൽ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അക്കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ നിൽക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒരു നിമിഷം ആ കണ്ണുകൾ ദൈവം നടച്ചാട്ടെ. പ്രൈസ് ഗാഡ്. എന്റെ സന്ദേശത്തിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇന്നു വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം ഇന്നു മുതൽ ഇതിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, പ്രാർത്ഥന മുറിക്കകത്ത് അനുഭവിക്കണം. എല്ലാവരും വളരെ ഗൗരവത്തോടെ ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് നമ്മുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇന്നു മുതൽ ദൈവസന്നിധിയിൽ ക്വയറ്റായിട്ട് ഇരിക്കുന്ന ഒരു സമയം എല്ലാവരും വേർതിരിച്ചാട്ടെ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അതിനകത്തുള്ള കഥകളും മെസ്സേജുകളും നോക്കാതെ ജീവിതം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ കൂടെ സമയം ചെലവഴിച്ചാകട്ടെ. ജീവിതത്തിന്റെ ഓരോ ദിവസവും ക്ലോസ് ചെയ്യുന്നത് ആ ദൈവത്തിന്റെ കൂടെ ഇരുന്നിട്ടാകട്ടെ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ ആ സാന്നിധ്യം, എല്ലാ പണികളും മാറ്റിവെച്ച്, ഈവൻ ഡാറ്റ ഓഫ് ചെയ്ത് നമ്മളും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ രാവിലെയും വൈകിട്ടും വെച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ, സമയം വേർതിരിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ലോകത്തിലെ ദൈവത്തിന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം സ്പെൻഡിങ് ടൈം വിത്ത് യു. ദൈവത്തിന് നമ്മുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഇന്ന് പകൽ മുതൽ എന്റെ പ്രാർത്ഥന അന്തരീക്ഷത്തിനകത്തൊരു വ്യത്യാസം ഉണ്ടാകട്ടെ. ഇതുവരെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള മുറിക്കകത്ത് നമ്മൾ കയറിയിട്ട് ദൈവത്തോട് പറയാനുള്ളതെല്ലാം പറഞ്ഞേച്ച് നമ്മൾ ഇറങ്ങി പോരുക. അതായിരുന്നു നമ്മുടെ പ്രാർത്ഥനാ മുറി. ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൈവാത്മാവ് മാറ്റാൻ ആഗ്രഹിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദൈവമാണ്. ഓക്കെ, നമ്മുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാ പ്രാർത്ഥന വിഷയം മാറ്റിവെച്ചിട്ട് ഒറ്റ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഐ വാണ്ട് ടു നോ യു. എനിക്ക് അങ്ങേ അടുത്തറിയണം. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ മുറിക്കകത്ത് വേണം. ജീസസ്, അങ്ങയുടെ സാന്നിധ്യം. എല്ലാവരും ആ കണ്ണുകൾ ദൈവം നടത്തി കർത്താവിനോട് പറഞ്ഞു, ഇപ്പൊ തന്നെ ആ സാന്നിധ്യത്തിന് നിങ്ങളുടെ മുറിക്കകത്തേക്ക് നടന്നു കയറി വരാൻ പറ്റും. ജീസസ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു യൂത്ത് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആ യൂത്ത് മീറ്റിംഗിനിടയിൽ ഞാൻ ഈ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാറേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എന്റെ തോളിൽ കൈവയ്ക്കുന്നത് ഞാൻ വ്യക്തമായി അനുഭവിച്ചു. ഞങ്ങൾ ആരും കൈവച്ചില്ല, ഞങ്ങൾ ആരെയും തൊട്ടില്ല. ദൈവ സാന്നിധ്യത്തിന് നിങ്ങളെ ഇന്നും തൊടാൻ പറ്റും. ദൈവ സാന്നിധ്യം ഇസ് എ പേഴ്സൺ, ഇസ് എ പേഴ്സണാലിറ്റി. നിങ്ങൾക്കൊന്ന് ഭാവന കാണാൻ പറ്റുമോ? നിങ്ങളുടെ മുറിക്കകത്ത് ആ സാന്നിധ്യം കയറി വരുന്നത്? വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളം നിലയങ്കി ധരിച്ചവൻ. യോഹന്നാൻ അവനെ കണ്ടു. നമുക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇന്നു മുതൽ ദൈവപുത്രനെ കാണുന്ന ആ ആത്മ അന്തരീക്ഷം തുറക്കപ്പെടട്ടെ. സ്തേഫാനോസ് പ്രസംഗിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്തേഫാനോസ് കാണുക, സ്വർഗം തുറന്നിരിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുവാൻ ആത്മമണ്ഡലത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രാർത്ഥന മുറിക്കകത്ത് കയറാമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന മുറിയുടെ അന്തരീക്ഷം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ പ്രാർത്ഥന, ജീസസ്, ഓ ഹല്ലേലൂയ, ഇന്ന് പകലത് സംഭവിക്കട്ടെ. നമ്മൾ വെറുതെ കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നു എന്നുള്ളതല്ല. ദൈവ സാന്നിധ്യം ലിറ്ററലി ശരീരത്തും ആത്മാവിലും പ്രാണലിലും ഒരുപോലെ തിരിച്ചറിയാൻ ഇന്ന് പകൽ മുതൽ ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. പൗലോസ് കണ്ടത് പകൽ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം. അങ്ങനെ ഒരു വെളിച്ചമൊക്കെ നമ്മുടെ മുറിക്കകത്ത് വീശട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അത് സംഭവിക്കുമെന്ന്? ജീസസ്.
ജീസസ്, ജീസസ്, ജീസസ്. അതിന്ന് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഞാൻ ആത്മമണ്ഡലത്തെ തുറക്കുന്നു പ്രാർത്ഥനയിൽ. ഓ ജീസസ്, ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. ദൈവാത്മാവ് നിങ്ങളുടെ സ്പിരിച്വൽ, നിങ്ങൾക്കറിയാമോ, ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ സീസണാണ്. ഈ സീസണെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ യു വിൽ മിസ് സംതിങ്. ദിസ് ഇസ് ദ സീസൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ സീസണാണ്, റിവൈവലിന്റെ സീസണാണ്. അടുത്ത പ്രാവശ്യം സമയം കിട്ടിയാൽ ഞാൻ റിവൈവലിനെ കുറിച്ച് പറയാം. പറയാൻ നമുക്ക് അതിന് മുമ്പേ സമയമില്ലല്ലോ. റിവൈവൽ, ദിസ് ഇസ് ദ ടൈം ഓഫ് റിവൈവൽ, ദിസ് ഇസ് ദ സീസൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആരൊക്കെ പരിശുദ്ധാത്മാവിനോട് കണക്ട് ആയി നിൽക്കുമോ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ, പരിശുദ്ധാത്മാവിന്റെ ആ സ്പിരിച്വൽ റിലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. ദിസ് ഈസ് ദ ടൈം ഓഫ് ഇന്ത്യ. എനിക്കറിയാം, ഞാൻ അല്പസമയം മുമ്പോട്ട് പോയി എന്നറിയാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ, ഒറ്റ കാര്യം കൂടെ, നിങ്ങളുടെ ആത്മജീവിതത്തിന് പ്രയോജനമായിരിക്കും. വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നേക്ക് 65 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലുള്ള പ്രശസ്തരായ കുറെ ദൈവദാസന്മാർ ഒരുമിച്ച് ചേർന്നിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇനി എന്താണ് ഈ ഭൂമിയിൽ ദൈവം ചെയ്യാൻ പോകുന്നത്? ദൈവാത്മാവരോട് സംസാരിച്ചു, ഞാൻ ആഫ്രിക്കയിൽ ഒരു ഉണർവിനെ അയക്കാൻ പോവാ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവാത്മാവ് പറഞ്ഞു, ഇന്നേക്ക് 65 വർഷത്തിന് മുമ്പ് ഞാൻ ആഫ്രിക്കയിൽ ഒരു ഉണർവിനെ അയക്കാൻ പോവാ. കുറച്ച് വർഷങ്ങൾക്കകം ദൈവം റെയ്നാർഡ് ബോങ്കെ എന്ന് പറയുന്ന ഒരു ശക്തനായ ദൈവദാസനെ എഴുന്നേൽപ്പിച്ചു. ആഫ്രിക്കയിൽ അദ്ദേഹം ഒരു ദർശനം കണ്ടു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ തുള്ളി വീഴുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നു. പിന്നീടുള്ള കാര്യം നമുക്കറിയാം എന്താ അവിടെ സംഭവിച്ചതെന്ന്. 17 മില്യൺ ആൾക്കാരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ആ മനുഷ്യ ദൈവം ഉപയോഗിച്ചു. വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുറെ ലോക പ്രശസ്തരായ ദൈവത്താൽ ശക്തമായി ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇനി എന്താണ് ഈ ഭൂമിയിൽ ദൈവം ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ദൈവം ആലോചന പറഞ്ഞു കൊടുത്തു, സൗത്ത് കൊറിയ ഞാൻ തൊടാൻ പോകുന്നു. സൗത്ത് കൊറിയയിൽ ഒരു ഉണർവിനെ ഞാൻ അയക്കാൻ പോകുന്നു. നിങ്ങൾക്കറിയാമോ, കുറച്ച് ദിവസങ്ങൾക്ക്, കുറച്ച് മാസങ്ങൾക്കകം ദൈവം പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന പ്രശസ്തനായ ശക്തനായ ദൈവദാസനെ ദൈവം എഴുന്നേൽപ്പിച്ചു. മരണത്തിനു വേണ്ടി കാത്തുകിടന്ന, TB രോഗം ബാധിച്ച് മരണത്തിനു വേണ്ടി കാത്തുകിടന്ന ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. സൗത്ത് കൊറിയ ബുദ്ധിസ്റ്റ് രാഷ്ട്രമായി അറിയപ്പെട്ടിരുന്ന രാഷ്ട്രം ക്രിസ്തീയ രാഷ്ട്രമായി മാറാൻ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചതാ. അഭിഷേകത്തിന്റെ തലം ഒരുവന്റെ മേൽ വെളിപ്പെട്ടാൽ ഞാൻ പ്രാർത്ഥിക്കുക, ഇന്ത്യയിൽ അതുപോലെ സംഭവിക്കാൻ പോകുന്നു. ഇനി ഈ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ അറിയപ്പെടുന്ന കുറെ പ്രവാചകന്മാർ, പ്രവാചന ശുശ്രൂഷയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന കുറെ ദൈവദാസന്മാർ ഒരുമിച്ചിരുന്ന് ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി എന്താണ് ഭൂമിയിൽ ദൈവം ചെയ്യാൻ പോകുന്നത്? 70 പേരടങ്ങുന്ന പ്രവാചക സംഘം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചോദിച്ചു, ദൈവത്തോട് ആലോചന പ്രാപിച്ചു. എല്ലാവർക്കും 70 പേർക്കും ഓരോ പേപ്പർ കഷ്ണം കൊടുത്തു. അവരോട് പറഞ്ഞു, ദൈവം നിങ്ങളോട് പറയുന്ന രാജ്യത്തിന്റെ പേരെഴുതിയിട്ട് ഇനി എവിടെയാ ഉണർവ് സംഭവിക്കാൻ പോകുന്നത്? 70 പേർക്ക് ഒരു ബോക്സ് കൊടുത്തിട്ട് പറഞ്ഞു, ആ ബോക്സിനകത്തിടാൻ. ഒരു ബോക്സ് കോമൺ ആയിട്ട് വെച്ചു. 70 പേരും രാജ്യത്തിന്റെ പേരെഴുതി ആ ബോക്സിനകത്ത് കൊണ്ടുവന്നിട്ടു. ആ മീറ്റിംഗിന്റെ സംഘാടകൻ ഒരുമിച്ച് ആ പേപ്പറുകൾ ഓരോന്നോരോന്നായി എടുത്ത് വായിക്കാൻ തുടങ്ങി. കേട്ടിരുന്നവരൊക്കെ അമ്പരന്ന് പോയി. എല്ലാവരും 70 പേരും ഒരാൾ പോലും തെറ്റാതെ 70 പേരും എഴുതിയ ഒരു പേരാ, ആ രാജ്യത്തിന്റെ പേരാ ഇന്ത്യ. ഇനി നടക്കാൻ പോകുന്ന ലോകപ്രസിദ്ധമായ ഉണർവ് ഇന്ത്യയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്ത് അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഉണർവുകൾ അവിടെ ഇവിടെ ആരംഭിച്ചു തുടങ്ങി. നമ്മൾ അറിയാതെ പല ഉണർവുകൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ മുമ്പിൽ കണ്ണിന്റെ മുമ്പിൽ പരോക്ഷമായി വെളിപ്പെടുന്ന സമയം ആഗതമായിരിക്കുക. ഇന്ത്യയിൽ ഉണർവിന്റെ സമയമായിരിക്കുക. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ മുറിക്കകത്ത് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഞാൻ എന്റെ ലൈഫിൽ നടന്നൊരു കാര്യം, ഞാൻ സമയം കൂടുതൽ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നോർമലി ഞാനത് ചെയ്യാറില്ല. പറഞ്ഞ സമയത്തിന് മുമ്പ് നിർത്താറ് പതിവ്. പരിശുദ്ധാത്മാവ് എന്നെ അനുവദിക്കുന്നില്ല. ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ ബീഹാറിലായിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുക. അത് എന്നെ കുറിച്ചൊരു സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ ഒരു സഹോദരൻ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മിക്കവാറും പ്രാർത്ഥിക്കാറുള്ളതാണ്. ആ സഹോദരന്റെ മുഖമൊക്കെ ഇങ്ങനെ വിളറിയിരിക്കുന്നു. ആത്മീയമായ ഒരു ചൈതന്യമില്ലാതെ ഒരു മീറ്റിങ്ങിന് ആൾക്കാരൊക്കെ ഇരിക്കുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ പുറകോട്ട് വലിയുന്ന ഒരു സീൻ ഞാൻ ഇങ്ങനെ കണ്ടു. എന്താണെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ രാവിലെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് പറയാ, പാസ്റ്ററെ, ദൈവമാണ് നിങ്ങളോട് ഈ കാര്യം സംസാരിച്ചത്.
എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2 ദിവസമായിട്ട് സഭയിലെ ശുശ്രൂഷകനോട്, രണ്ടല്ല 3-4 ആഴ്ചയായി ആ സഭയിലെ ശുശ്രൂഷകനോട് ചെറിയ ക്ലാഷ് ഉണ്ടായി. പ്രാർത്ഥനയ്ക്കും ഇനി പരിപാടിക്കൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ കാര്യം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നു. ആ മനുഷ്യനെ ദൈവം റിസ്റ്റോർ ചെയ്തു. നിങ്ങൾക്ക് ദൈവാത്മാവ് സ്വപ്നങ്ങൾ തരും. ദൈവാത്മാവ് നിങ്ങളോട് ആലോചനകൾ പറയും. രാജ്യത്തെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച്, നിങ്ങളുടെ സഭയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷകന്മാരെ കുറിച്ച്, നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച്, വീട്ടിലുള്ളവരെ കുറിച്ച് മനുഷ്യന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. ഇന്ന് പകൽ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്താമോ? ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ഈ ജനവും അനുഭവിക്കട്ടെ. അതിനേക്കാൾ അപ്പുറത്ത് അവർ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ ആത്മമണ്ഡലത്തെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ആത്മമണ്ഡലത്തെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ അവരുടെ പ്രാർത്ഥന മുറിക്കകത്ത് സ്വർഗദൂതന്മാരെ അവർ എൻകൗണ്ടർ ചെയ്യട്ടെ. ദൈവ സാന്നിധ്യത്തെ ലിറ്ററലി ഇവർ അനുഭവിച്ചു തുടങ്ങട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ആത്മമണ്ഡലം തുറന്ന് ഇവർ ആത്മജീവികളായി ആത്മാവിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇവരിയ്ക്കുന്ന മുറിക്കകത്ത് ദൈവിക വെളിപ്പാടുകൾ, ദൈവിക കൃപാവനങ്ങൾ അനുഭവിക്കാൻ, എക്സസൈസ് ചെയ്യാൻ ദൈവം കൃപ കൊടുക്കണമേ. അങ്ങയുടെ നാമചൊല്ലുന്നതിന് ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.